കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സ്കൂളിന് നൽകിയ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് ജനഡിവിക്ക് കെട്ടിടത്തിൻ്റെ ഭാഗമായി സുരക്ഷിതമല്ലാത്ത ഏതെങ്കിലും ഭാഗങ്ങളോ നിർമ്മിതികളോ ഇല്ല എന്നാണ് സർട്ടിഫിക്കറ്റിൽ പറയുന്നത്. അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്തിയിട്ടുണ്ടോ എന്നും ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിരിക്കുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത്. അതിനിടെ മിഥുൻ്റെ വളന്തരക്കരയിലെ വീട്ടിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി, കെ എൻ ബാലഗോപാൽ എന്നിവർ സന്ദർശനം നടത്തി. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ വിവരങ്ങളുമായി എം മനോജും മിഥുൻ്റെ വീട്ടിൽ നിന്നും സുധീഷ് ഗോപാലും ചേരുന്നു. ആദ്യം എം മനോജ്, എല്ലാം ഫിറ്റാണ്, എല്ലാം ഓക്കെയാണ്, സ്കൂൾ പ്രവർത്തിക്കുന്നതിന് യാതൊരു തടസ്സങ്ങളുമില്ല എന്നുള്ള സർട്ടിഫിക്കറ്റാണ് ഗ്രാമപഞ്ചായത്തിൽ നിന്നും നൽകിയിരിക്കുന്നത്. മൈനാഗപ്പള്ളി പഞ്ചായത്താണ് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് നൽകിയത്. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ്. നമ്മൾക്കറിയാം, എല്ലാ വർഷവും തദ്ദേശ സ്ഥാപനങ്ങൾ സ്കൂളുകൾ സുരക്ഷിതമാണോ എന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകേണ്ടതുണ്ട്. പക്ഷേ ഇത് അനധികൃതമായി എങ്ങനെ ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി? അസിസ്റ്റൻസ് എഞ്ചിനീയർ ഒപ്പിട്ട് നൽകിയിരിക്കുന്നു, സ്കൂളിലെല്ലാം സുരക്ഷിതം. സ്കൂളിൻ്റെ മുന്നിൽ കൂടി, സ്കൂളിൻ്റെ മുകളിൽ കൂടി, സ്കൂളിനെ തൊട്ടുരുമി ഇത്തരത്തിൽ വൈദ്യുതി ലൈൻ കടന്നു പോകുമ്പോഴാണ് എല്ലാം സുരക്ഷിതം എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പകർപ്പും നമുക്ക് ലഭിച്ചല്ലോ മനോജ്. തീർച്ചയായും ഒരു പരിശോധനകളും കൂടാതെയാണ് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. അതായത് സ്കൂളിൻ്റെ നിർമ്മിതികൾക്കോ അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു സുരക്ഷാ പ്രശ്നങ്ങളും ഇല്ലയെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടാണ് ആ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഈ സ്കൂളിന് നൽകിയിട്ടുള്ളത്. മൈനാഗപ്പള്ളി പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് അത് നൽകിയിട്ടുള്ളത്. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് കൂടിയാണ്. എന്നാൽ ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഇത് സംബന്ധിച്ച വിവരം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇതുമായി ബന്ധമില്ല, അത് ഒരു ഉദ്യോഗസ്ഥനാണ് നൽകിയിട്ടുള്ളത്, അദ്ദേഹം NGO യൂണിയൻ്റെ ഭാഗമാണെന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രതികരണമാണ് വന്നിട്ടുള്ളത്. എന്തായാലും സ്കൂളിന് നൽകിയിട്ടുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്കൂളിലേക്ക് എത്തുമ്പോൾ തന്നെ മനസ്സിലാകും. സ്കൂളിലെ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ക്ലാസ് റൂമുകളായാലും അല്ലെങ്കിൽ അതിന് സമീപത്തുള്ള ആ സൈക്കിൾ ഷെഡിന് മുകളിലൂടെ പോകുന്ന ഈ വൈദ്യുതി ലൈനായാലും ഇതൊക്കെ തന്നെ ഈ കുട്ടികളുടെ സുരക്ഷയെ ബാധിക്കുന്നത് തന്നെയാണ്. അതിൻ്റെയൊക്കെ അനന്തരഫലം തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ സ്കൂളുകളിൽ മതിയായ പരിശോധന നടത്താതെ കൊടുക്കുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ക്ലാസുകൾ തുടർന്നുകൊണ്ടേ പോകുന്നത്. അതിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം CPMൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു മാനേജ്മെൻറ്റാണ്, സ്കൂളാണ്. അതുകൊണ്ട് തന്നെ അത്തരം അനുഭാവികളായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ ഇനിയും നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ സ്കൂളിനുള്ളിൽ ഇപ്പോൾ മിഥുൻ്റെ പൊതുദർശനത്തിനായിട്ടുള്ള മറ്റ് കാര്യങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. അതായത് നാളെ മിഥുൻ്റെ അമ്മ നാട്ടിലേക്ക് എത്തുന്നു. രാവിലെയാണ് നെടുമ്പാശ്ശേരിയിൽ എത്തുക. അതിനുശേഷം മിഥുൻ്റെ മൃതദേഹം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ നിന്നും ഇങ്ങോട്ടേക്കാണ് എത്തിക്കുക. ഇവിടെ ഉച്ചയ്ക്ക് 12 മണി വരെ പൊതുദർശനത്തിന് ശേഷമാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുക. അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. എന്തായാലും വളരെയധികം വിഷമത്തോടുകൂടി, കണ്ണീരോടുകൂടി തൻ്റെ സഹപാഠിയുടെ ചേതനയറ്റ ശരീരം കാണേണ്ടി വരുന്ന വിദ്യാർത്ഥികൾ, അധ്യാപകർ, നിരവധി പേർ ഇവിടെ വളരെയധികം സങ്കടത്തോടു കൂടിയിരിക്കുന്നത് നമ്മൾ ആദ്യ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഇനി നാളെയും മിഥുൻ്റെ ആ ചേതനയേറ്റ ശരീരം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് അറിയാം എന്താകും ഇവിടെയുള്ള ഒരു സാഹചര്യം എന്നുള്ളത്. എന്തായാലും ഇത് കുട്ടികളുടെ സുരക്ഷയെ ബാധിക്കുന്ന ഇത്തരം സംഭവങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് ഈ സ്കൂളിന് ഒരു കുഴപ്പവുമില്ല, അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്കോ മറ്റു തരത്തിലുള്ള ഒരു സുരക്ഷാ പ്രശ്നങ്ങളുമില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ നൽകുന്ന ഈ സർട്ടിഫിക്കറ്റുകളാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകാൻ ഒരു സാഹചര്യം ഒരുക്കുന്നത്. എന്തായാലും ഇത് ഇവിടെ മാത്രം സംഭവിക്കുന്നതല്ല. നിരവധി സ്കൂളുകളിൽ പഴയ കെട്ടിടങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അതിനൊക്കെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. എന്തായാലും മന്ത്രി ഇന്ന് വന്ന് ഇവിടെ പ്രതികരിച്ചത് ഇതിനു പിന്നിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ അനാസ്ഥ ഉണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ എതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നാണ്. എന്തായാലും പ്രാഥമികമായിട്ടും അറിയാൻ സാധിച്ചത് ഇവിടെയുള്ള പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യുമെന്നുള്ളതാണ്. എന്തായാലും ആ നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അതിലൊന്നും കൊണ്ട് തീരുന്നതല്ല എന്നുള്ളതാണ്. മാനേജ്മെൻറ്റിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് മന്ത്രി പരിശോധിച്ച ശേഷം അത് ഉണ്ടാകുമെന്നൊക്കെ ആണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം, സ്വാഭാവികമായും ഭരണകക്ഷിയുടെ തണലിലുള്ള ഒരു സ്കൂൾ കൂടെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലായിരിക്കും നടപടികളൊക്കെ പോകുക എന്ന് മനസ്സിലാക്കാം. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ ഈ സ്കൂളിന് മുന്നിലേക്കുണ്ടായിരുന്നു രാവിലെ മുതൽ തന്നെ. അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഈ സംഭവം അറിഞ്ഞുകൊണ്ട് നാട്ടുകാരടക്കം പ്രതിഷേധവുമായി ഇങ്ങോട്ടേക്ക് എത്തി. BJPയുടെയും ABVP
ബിയുടെയും യുവമോർച്ചയുടെ ഒക്കെ നേതൃത്വത്തിലും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ ഇങ്ങോട്ടെത്തി. അതോടൊപ്പം തന്നെ മിഥുൻ്റെ വീട്ടിലേക്ക് മന്ത്രിമാർ എത്തുന്നു, മറ്റ് ഒരുപാട് ജനപ്രതിനിധികൾ എത്തുന്നു. എല്ലാവരും എത്തുമ്പോൾ തന്നെ ആദ്യം അവർ എത്തി നോക്കുന്നത് ഈ സ്കൂളിൽ ഈ മിഥുൻ്റെ ക്ലാസ് മുറിക്ക് സമീപത്തായി പോകുന്ന ആ ഒരു ഷെഡിൻ്റെ മുകൾ വശവും അതോടൊപ്പം തന്നെ ആ വൈദ്യുത ലൈനുമാണ്. ഒട്ടും സുരക്ഷിതമല്ലാത്ത രീതിയിൽ അവിടെ ആ വൈദ്യുത ലൈൻ പോകുന്നു. അതിന് താഴെ അനധികൃതമായി അങ്ങനെ ഒരു ഷെഡ് ഉണ്ടാക്കിയിരിക്കുന്നു. ഈ ഷെഡ് എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് സൈക്കിൾ വെക്കാൻ എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ളൊരു സൈക്കിൾ ഷെഡാണ് നിർമ്മിച്ചതെന്ന്. പക്ഷേ നമുക്കറിയാം ആ ഷെഡിൻ്റെ നിർമ്മാണ രീതി തന്നെ നമുക്കറിയാം. പല അധ്യാപകർക്കും വാഹനങ്ങൾ ഒതുക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാഹനങ്ങൾ അങ്ങനെ കയറ്റിയിടുവാൻ വേണ്ടിയിട്ടുള്ള രീതിയിലൊക്കെയാണ് ആ ഷെഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം. അപ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്തിനു വേണ്ടിയിട്ടാണ് ആ ഷെഡ് അവിടെ നിർമ്മിച്ചിട്ടുള്ളതെന്ന്. അത്തരത്തിൽ ഒരു അനുമതിയും തേടാതെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞത് അത് തന്നെയാണ്. ഒരു തരത്തിലുള്ള അനുമതിയും ഈ ഷെഡിന് നൽകിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ടാകുമെന്ന് തന്നെയാണ് ഈ വിവിധ ജനപ്രതിനിധികളും അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി എല്ലാവരും ഇവിടേക്ക് എത്തി ഈ കാര്യങ്ങളൊക്കെ തന്നെ നേരിട്ട് വിലയിരുത്തി എന്നുള്ളതാണ്. ഇതിലെന്ത് തരത്തിലുള്ള നടപടിയാണ് ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. കാരണം മാനേജ്മെൻറ്റിൻ്റെ സ്വാധീനം അത്രയുമുണ്ട്. അതായത് CPM കാലങ്ങളായി തന്നെ ഈ സ്കൂൾ നിയന്ത്രിച്ചു കൊണ്ടുവരുന്നു. നിയമനങ്ങൾ അതുവഴി തന്നെ ഇവിടെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇവിടെ നിയമനങ്ങളൊക്കെ പണം വാങ്ങിയാണ് നടത്തുന്നത്, പാർട്ടി അനുഭാവികളെയാണ് ഇവിടെ നിയമിക്കുന്നത് എന്നൊക്കെ അത്തരത്തിലുള്ള നിരവധി കെടുകാര്യസ്ഥതകളും കൊണ്ട് ഈ സ്കൂൾ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നു. ഒരു കാര്യം കൂടി മനോജ്, ഈ സ്കൂളിനെ തൊട്ടുരുമ്മി പോകുന്ന ഈ വൈദ്യുതി ലൈൻ അഴിച്ചു മാറ്റുന്നത് സംബന്ധിച്ച തീരുമാനം കേസ് നടപടികൾ ഉള്ളത് കൊണ്ടാവാം ഇപ്പോൾ വളരെ പെട്ടെന്ന് അഴിക്കാത്തത്. അത് അടുത്ത അധ്യയന വർഷത്തിന് മുമ്പ് അത് അഴിച്ചു മാറ്റാനുള്ള നടപടി ഉണ്ടാകുമോ? അതേപ്പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ മനോജ്? അതുകൂടി തീർച്ചയായും KCBയുടെ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുള്ളത് നിലവിലിപ്പോൾ ആ ലൈൻ വഴിയുള്ള വൈദ്യുതി വിച്ഛേദിച്ചിട്ടുണ്ട്. ആ ലൈൻ മാറ്റുവാനുള്ള, അതായത് മാറ്റി മറ്റു തരത്തിലേക്ക് ആക്കുവാനുള്ള നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുവേണ്ട നിർദ്ദേശം നൽകിയതായും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഈ അപകടമുണ്ടായപ്പോൾ ഈ പരിസരത്തെ മുഴുവൻ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചിരുന്നു. അതിനുശേഷം രാത്രി KCB ജീവനക്കാരെത്തി ആ പോസ്റ്റിൽ കയറിയാണ് ആ ലൈനിലേക്കുള്ള വൈദ്യുതി ബന്ധം മാത്രം വിച്ഛേദിച്ചത്. എന്തായാലും ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അപകടം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആ വൈദ്യുതി ലൈൻ അവിടെ നിന്നും മാറ്റി അല്ലെങ്കിൽ കേബിൾ സ്ഥാപിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളത് ഇപ്പോഴും ആ മിഥുൻ ഇവിടെ ഇന്നും ആ ക്ലാസ്സിലിരുന്ന് പഠിക്കുമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇത്രയധികം ദാരുണമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അധികൃതരുടെ അനാസ്ഥ മൂലം, മാനേജ്മെന്റിന്റെ അനാസ്ഥ മൂലം, അതോടൊപ്പം തന്നെ KCBയുടെ അനാസ്ഥ മൂലം ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇവിടെ വന്ന് അത് നേരിട്ട് വിലയിരുത്തിക്കൊണ്ട് തന്നെ പ്രതികരിച്ചിരുന്നു. നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്തായാലും ആ നടപടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഏത് തരത്തിലാണ് നടപടി എടുക്കുക എന്നുള്ളത് പ്രാഥമികമായും ഉള്ള പരിശോധനകളൊക്കെ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 3 തരത്തിലാണ് അന്വേഷണം നടക്കുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പറഞ്ഞു. അത്തരത്തിൽ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മന്ത്രിമാർ, പ്രത്യേകിച്ചും പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി, ധനകാര്യമന്ത്രി KN ബാലഗോപാൽ എന്നിവരാണ് സ്കൂളുകൾ സന്ദർശിച്ച അപകടത്തിന്റെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം അവർ മിഥുൻ്റെ വളന്തക്കരയിലുള്ള വീട്ടിലും നേരിട്ട് എത്തി അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകുകയാണ്. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, മിഥുൻ്റെ വീട്ടിൽ നേരിട്ട് മന്ത്രിമാർ എത്തുന്നു. കരയുന്ന ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. മന്ത്രിമാർ വീട്ടിൽ എത്തിയപ്പോഴുണ്ടായ ആ സന്ദർഭം, കൂടുതൽ വിവരങ്ങൾ സുധീഷ് ഗോപാൽ. പിന്നാലെയാണ് ഇന്ന് ആദ്യമായി ചിഞ്ചുറാണി ഇവിടെ എത്തുന്നത്. ചിഞ്ചുറാണി എത്തി അങ്ങനെ സംസാരം അത് തെറ്റായി പോയി എന്ന തരത്തിൽ തന്നെയാണ് പ്രതികരിച്ചത്. അറിയാതെ വന്ന ഒരു വാക്ക്. മന്ത്രിമാരായ V ശിവൻകുട്ടി അതേപോലെ തന്നെ KN ബാലഗോപാൽ എന്നിവരാണ് ഈ സ്കൂളിൽ നേരിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എത്തിയത്. അവർ നേരിട്ട് അപകടം നടന്ന സ്ഥലങ്ങൾ കണ്ടു, വിദ്യാർത്ഥിയുടെ ക്ലാസ് മുറി കണ്ടു. ആ മിഥുൻ ഏതുവഴിയാണോ ആ ഷീറ്റിന് മുകളിലേക്ക് കയറിയത്, അതിനുണ്ടായ സാഹചര്യം ഇതെല്ലാം നേരിൽ കണ്ട ശേഷം മിഥുൻ്റെ വീട്ടിൽ മന്ത്രിമാർ നേരിട്ടെത്തി. നാളെയാണ് മിഥുൻ്റെ ശവസംസ്കാരം. മന്ത്രിമാർ വീട്ടിലെത്തിയ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, കൂടുതൽ വിവരങ്ങൾ.
വിനോദ്, ഇന്ന് 3 മന്ത്രിമാരാണ് വന്നത്. ആദ്യം രാവിലെ ചിഞ്ചുറാണി എത്തിയിരുന്നു. ചിഞ്ചുറാണി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം അത് പിശക് പറ്റിയതാണ് എന്ന തരത്തിൽ അത് തിരുത്തുന്ന ഒരു സമീപനമുണ്ടായി. അതോടൊപ്പം തന്നെ ഇന്നലെ സൂംബ ഡാൻസിൽ പങ്കെടുക്കാനുണ്ടായത് അത് അപകട വിവരം അറിയുന്നതിന് മുമ്പാണ് എന്നുമുള്ള വിശദീകരണമാണ് ചിഞ്ചുറാണി നടത്തിയത്. അതിനുശേഷമാണ് സ്കൂളിൽ സന്ദർശനം നടത്തിയതിന് ശേഷം മന്ത്രിമാരായ വി ശിവൻകുട്ടിയും ഒപ്പം കെ എൻ ബാലഗോപാലും ഇവിടേക്ക് എത്തിയത്. ഇവിടെ വന്ന് നാളത്തെ സംസ്കാര ചടങ്ങുകളിലെ ക്രമീകരണങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ തിരക്കുകയായിരുന്നു. ഇവിടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിക്കാനോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല. എന്തു തന്നെയായാലും ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും, അതായത് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും അതോടൊപ്പം തന്നെ KSEBയുടെയും മറ്റും ഭാഗത്തു നിന്നുണ്ടായ പിശകുകൾ, ആ വീഴ്ചകളെ സംബന്ധിച്ചുള്ള തിരുത്തലുകൾ ഉണ്ടാവും, അത്തരക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന ഒരു പ്രതികരണമാണ് ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത്തരത്തിൽ KSEBയുടെ ലൈനുകൾ മാറ്റി സ്ഥാപിക്കാൻ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ നടപടികൾ പൂർത്തിയാക്കുമെന്ന് ഉള്ള തരത്തിലുള്ള പ്രതികരണങ്ങളും വന്നിട്ടുണ്ട്. ഇതേ സാഹചര്യത്തിൽ ഇന്ന് 5 ലക്ഷം രൂപ അല്പം മുമ്പ് കോവൂർ കുഞ്ഞുമോൻ MLA ഈ കുടുംബത്തിന് KSEBയുടെ വകയായി കൈമാറിയിട്ടുണ്ട്. KSEBയുടെ മറ്റ് ചീഫ് എഞ്ചിനീയർമാരടക്കമുള്ള ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ നാളെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. നാളെ രാവിലെ 8:30യോടുകൂടി ഇതിൻ്റെ അമ്മ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും. അവിടെ നിന്നും റോഡ് മാർഗം നാളെയാണ് മിഥുൻ്റെ ശവസംസ്കാരം നടക്കുന്നത്. വിദേശത്തുള്ള അമ്മ നാളെ എത്തുന്നുണ്ട്. രാവിലെ തന്നെ മിഥുൻ്റെ മൃതദേഹം മിഥുൻ പഠിച്ച തേവലക്കര ബോയ്സ് സ്കൂളിൽ പൊതുദർശനത്തിന് എത്തിക്കും. പിന്നീടാണ് വീട്ടിലേക്ക് മിഥുൻ്റെ മൃതദേഹം എത്തിക്കുക. വൈകിട്ട് ശവസംസ്കാരം നടക്കും. വിദേശത്ത് വീട്ടുജോലിക്ക് പോയ അമ്മ വളരെ പെട്ടെന്ന് മകൻ്റെ മരണവാർത്ത അറിഞ്ഞ് തിരികെ എത്തുകയാണ്. മന്ത്രിമാർ ഇന്ന് മിഥുൻ്റെ വീടും മിഥുൻ പഠിച്ച സ്കൂളുമൊക്കെ സന്ദർശിച്ചു. ഈ സ്കൂളിൻ്റെ പ്രഥമാധ്യാപികയെ സസ്പെൻഡ് ചെയ്യുമെന്നുള്ള കാര്യം പൊതുവിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. വളരെ ദാരുണമായ സംഭവമാണ് കൊല്ലത്ത് സ്കൂളിലുണ്ടായത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാലും അതേപോലെ തന്നെ സ്കൂളിൽ നിന്നും മനോജും.